പാൻ ഇന്ത്യൻ ആക്ടർ പത്മപ്രിയയാണ് നമുക്കൊപ്പം ഉള്ളത്. വെൽക്കം പത്മപ്രിയ. ഹായ് സന്ധ്യ. പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പത്മപ്രിയക്ക് അറിയുമായിരിക്കും. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും മലയാളം, പിന്നെ ബോളിവുഡ്, ബംഗാളി, എവിടെയായിരുന്നു ഇത്രയും നാളും? ഐ ടേക്കൻ എ ബ്രേക്ക് ആക്ച്വലി. ഒരു ഐ തിങ്ക് 2013 പഴശ്ശി റിലീസ് ചെയ്ത ഒരു വർഷം കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഐ ടേക്കൻ എ ബ്രേക്ക്. മനഃപൂർവ്വം എടുത്ത ഒരു ബ്രേക്കായിരുന്നു. സോ ഐ ടുക്ക് എ ബ്രേക്ക് ഫ്രം സിനിമ ഇറ്റ് സെൽഫ്. എനിക്കത് അങ്ങനെ ആവശ്യം തോന്നിയതാണ്. അപ്പോൾ ആ സമയത്ത് ഐ ജസ്റ്റ് നീഡഡ് ടു ഗോ സംവെയർ, ഫൈൻഡ് മൈ സെൽഫ്. ബിക്കോസ് ആൻഡ് ദാറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് ഞാൻ എപ്പോഴും ഒരു ആർട്ടിസ്റ്റാണ്. ജനിച്ചപ്പോൾ നിന്ന് ഐ ഹവ് ബീൻ ഡാൻസിങ്, ഡൂയിങ് തിയേറ്റർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അതിൽ ഞാൻ അതിൻ്റെ ഐഡൻറ്റിറ്റിയിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് സിനിമ ഒക്കെ ചെയ്യുമ്പോൾ ആസ് എ ഫുൾ ടൈം പ്രൊഫഷണൽ സംടൈംസ് യു ക്യാൻ ലൂസ് യുവർ വേ. നമ്മൾക്ക് എന്ത് വേണം നമ്മൾക്ക് മനസ്സിലാകാതെ ഒരു പരിസ്ഥിതി ആകുമ്പോൾ വെൻ യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഓൺ സെറ്റ് is the time I thought that I should take a break and figure my own ways. പഴശ്ശി ചെയ്യുന്ന സമയത്ത് ഒരു വർഷമായിട്ട് കുറേ ആളെടുത്ത് ചെയ്ത സിനിമയാണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐ വാസ് ഡൂയിങ് മൈ എൻവയറമെൻറ്റൽ ലോ മാസ്റ്റേഴ്സ് ഫ്രം നാഷണൽ ലോ സ്കൂൾ. ആൻഡ് വെൻ ഐ വാസ് ഡൂയിങ് ദാറ്റ് ഐ വാസ് വർക്കിംഗ് വിത്ത് ദിസ് ഓർഗനൈസേഷൻ കോൾഡ് സമത, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്. അതിൻ്റെ ഫൗണ്ടർ എൻ്റെ മെൻറ്ററുമാണ്, ജീവിതത്തിലുള്ള മെൻറ്ററാണ്, ലൈഫ് മെൻറ്ററാണ്. ഐ തോട്ട് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ടേക്ക് എ ബ്രേക്ക്, to find myself, to re-articulate എനിക്ക് സിനിമ ചെയ്യണോ വേണ്ട, ചെയ്യണമാണെങ്കിൽ എന്തിനാണോ ഞാൻ സിനിമ ചെയ്യുന്നതെന്ന് ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ സിനിമ വന്നപ്പോൾ എനിക്ക് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ കെയിം ഫ്രം എ ടോട്ടലി ഡിഫറെൻറ്റ് സ്പേസ്. ഞാൻ ആക്ടറാണോ ഇല്ല, ജീവിതത്തിൽ ഞാൻ ആക്ടർ പ്രൊഫഷനായിട്ടും എടുക്കും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഐ വാസ് ഫ്രം എ ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു ട്രഡീഷണൽ കോർപ്പറേറ്റ് ജോബിൽ പോയ ഒരാളാണ്. എനിക്ക് കോർപ്പറേറ്റ് ജോബ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ എപ്പോഴും പറയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് എ 9 to 5 ജോബ്. ഐ ലവ് എ 9 to 5 ജോബ്. എനിക്ക് ആ റുട്ടീനൊക്കെ നല്ലോണം ഇഷ്ടമാണ്. സോ വെൻ ഐ ഗോട്ട് ഇൻ ടു സിനിമ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു. ചിലപ്പോൾ ചെയ്തപ്പോൾ സംടൈംസ് യു ലൂസ്. പിന്നെ അപ്പോൾ നമ്മൾക്ക് എൻ്റെ കൊളീഗ്സ് ഈ മെൻറ്ററിങ്, ഇപ്പോൾ WCC വന്ന ശേഷം ഐ ഹാവ് എ ഫ്യൂ കൊളീഗ്സ് ഐ ക്യാൻ ഗോ ബാക്ക് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയിൽ. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അതെല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു മെൻറ്ററിങ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഐ തോട്ട് ദാറ്റ് പ്രോബബ്ലി ഇറ്റ്സ് ബെസ്റ്റ് ഫോർ മീ ടു സ്റ്റെപ്പ് അസൈഡ് ആൻഡ് ഫൈൻഡ് വാട്ട് ഐ വോണ്ട് ടു ഡു ആൻഡ് വെദർ ഐ വോണ്ട് ടു ഡു ദിസ് അറ്റ് ഓൾ ഓർ നോട്ട് ആസ് എ പ്രൊഫഷൻ. As an artist, I continued being an artist. So that's what happened. അങ്ങനെയാണ് ബ്രേക്ക് എടുത്തത്. കുറേ പേര് വിചാരിച്ചത് പത്മപ്രിയ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ബ്രേക്ക് എടുത്തു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. I think that is a narrative, no, when we talk about female actors taking a break or any actor taking a break, then we immediately attribute it to their personal reasons. I'm not saying അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കേസിൽ അത് അങ്ങനെ ആയിരുന്നില്ല. But because that's a general trend, people tend to assume that. So I always wanted to be single. So if I had not gone to NYU, I don't know if I would have found Jasmine and been married today. Then I came back, I worked in a non-profit organization. And after that, I wanted to come back to the art space because I was feeling like this is great, but this is not me. And in the nannai cheyyunnundu, but this is not who I am. And that's when I joined Sahapedia. Along with that, I was also working in the Delhi government on a very pro bono basis. കൾച്ചറൽ പോളിസീനെ അവർ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി സാഹിത്യ കലാപരിഷത്ത്, ഇവിടെ നമ്മൾ കേരള ചലച്ചിത്ര അക്കാദമി ഉണ്ടല്ലോ. ആൻഡ് ഐ ഹാഡ് ഗിവൻ മൈ സെൽഫ് 2 to 3 years to say where I am heading after that. ഇടയിലെ ഒരു ഷെഫ് ചെയ്തു സൈഫ് അലി ഖാൻ്റെ കൂടെ. I did that only because I want to work with Saif. And it came to me. ഞാൻ പോയി അന്വേഷിച്ച ഒരു പണം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അവരെ വന്നിട്ട് പ്ലീസ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെർഫെക്റ്റ്, ഐ വിൽ ഡു വാട്ട് ഐ ക്യാൻ ടു വർക്ക് വിത്ത് സൈഫ്. അങ്ങനെ അടൂർ സാറുടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. മധുപാൽ ചോദിച്ചു ചെയ്യുമോ എന്ന്. ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് റോൾ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. സുഹൃത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാമായിരുന്നു. ലാസ്റ്റ് ഇയർ ഇസ് വെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ് what am I going to do seriously as a profession, as a full-time profession? I said, I do want to do cinema and this is why I want to do it. And അതിൻ്റെ ഇടയിൽ അത് അങ്ങനെ നമ്മൾ മനസ്സിൽ തീരുമാനിക്കുമ്പോഴാണ് തെക്കൻ്റെ സ്ക്രിപ്റ്റും പറയുന്നത്. So then I heard it and then some couple of others came and somehow ഞാൻ വിചാരിച്ച ഒരു റീസണിങ് that this is why I want to do cinema എന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ ഒരുമിച്ച് വരുന്നത്.
കരിയറിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പത്മപ്രിയ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഒരു നല്ല തീരുമാനമായിരുന്നു? അങ്ങനെ പോകരുതെന്ന് ആളുകൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരും? ഇൻ സിനിമ ഇൻഡസ്ട്രി ജനറലി എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ആസ് ഇൻ പീപ്പിൾ റിയലി ലവ് മീ ആൻഡ് ഐ ഓൾസോ ലവ് ദം. So when I got this scholarship and I was going and there were a few, and ഞാൻ അപ്പോൾ ആ സമയത്തിൽ ഒരു US ടൂറും ചെയ്തിട്ടുണ്ടായിരുന്നു. So I was going and shopping, that's what they call it, you go and shop for your colleges. So when I was going and looking at the colleges and all that, ഞാൻ in between the show break ഒക്കെ കിട്ടുമല്ലേ, അപ്പോൾ വീക്ക് ഡേയ്സിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ള സുഹൃത്തുക്കളൊക്കെ പറയായിരുന്നു, വൈ ആർ യു ഡൂയിങ് ദിസ് ടു യുവർ സെൽഫ്, നമുക്കറിയാലോ ഈ ഇൻഡസ്ട്രി ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ആണെന്ന്. ആൻഡ് ശരിക്കും എനിക്കും പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനിപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ടിപ്പോൾ വരുമ്പോഴും പേടിയുണ്ട്. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ നമ്മൾക്ക് അറിയില്ലല്ലോ. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഓൾസോ, especially for a woman, for a married woman, then a married woman who has like, I want to do this. Paribur, there is a lot of challenges which are in front of you. But it's എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എൻ്റെ കാഴ്ച കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഇതിൽ. I was thinking I was taking much lesser risk because ഞാൻ ആക്ച്വലി കോർപ്പറേറ്റ് ജോബ് വിട്ടിട്ട് ഞാൻ സിനിമ വരുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛനമ്മ തന്നെ പറഞ്ഞു, ഇത്ര ഒരു നല്ല ജോലിയൊക്കെ വിട്ടിട്ട് എന്തിനാണ് സിനിമയിൽ പോകുന്നതെന്ന്. സോ they didn't, like for me the power of storytelling is very important in my life. Technically in my head I was thinking that professionally എനിക്ക് ഇത് ബാധിക്കില്ല, ഞാൻ ജീവിച്ച് പോയിക്കോളാം, എന്തെങ്കിലും ഒരു പണി നല്ല നമ്മൾ ഇഷ്ടപ്പെട്ട പണി കിട്ടും. ഐ എം എൻ ആർട്ടിസ്റ്റ് ഫസ്റ്റ്, അതിലൊരു സംശയമില്ല. ബട്ട് നമ്മളൊരു ജോലിയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള കുറേ അതിൻ്റെ ഒരു there is a lot of requirements that you have to match up to. You may think Priya is so successful, why does she have to leave now? But നമ്മൾക്ക് നമ്മളുടെ റെലവൻസ് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് മറ്റവരെന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു പ്രയോജനമില്ല. I would have like probably not been in cinema at all. I would have probably disappeared. It's important as actors, as storytellers, that നമ്മൾ relevant ആക്കാനുള്ള പരിപാടി നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. So I think that was very important for me to take a break. It was not easy. It is never easy. It is not easy. ഇപ്പോഴും ഞാൻ ഇത് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ coming back to doing it again as a full-time profession is also not easy. പക്ഷേ നമുക്ക് കഥ പറയാനുള്ള ഒരു താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്, ഒരു പാഷനുണ്ട്. I feel I'm a good actor. I feel I can deliver. I'm very strong about it that I can deliver my goods. നമുക്ക് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുള്ള ആക്ടറാണ്. TV ചന്ദ്രൻ, ജയരാജ്, അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി എൻ കരുൺ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള TV ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പത്മപ്രിയ എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അങ്ങനെ ഒരാൾക്ക് ഒരു റെലവൻസ് ഇല്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരു പേടി തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മലയാള സിനിമ പത്മപ്രിയയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പത്മപ്രിയക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ എന്നെ മാത്രമല്ല, എൻ്റെ എല്ലാ സ്ത്രീ കോളീഗ്സും, ഞാൻ ആക്ച്വലി അഞ്ജലിയെ മഞ്ചാരി ഇപ്പോൾ ഒരു 6-7 മാസം മുമ്പ് ഞാൻ, ബിക്കോസ് ഐ നെവർ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു സീറ്റ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ അഞ്ജലി എനിക്ക് അതിൻ്റെ Vimeo ലിങ്ക് അയച്ചു, പടത്തിൻ്റെ സം ഓൺലൈൻ ലിങ്ക് ഷീ ഹാഡ് സെൻറ്റ് മീ. ആൻഡ് ആ പടം കണ്ടപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുമാരെ ഞാൻ ഇപ്പോൾ കാണാനില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദോസ് ആർ നാച്ചുറൽ ചോയ്സസ് ദേ മേഡ്. ഇപ്പോഴും മലയാളം സിനിമ മാത്രമല്ല, ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും സ്ത്രീകൾക്ക് അങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലും, നോട്ട് ഓൺലി ഫോർ മെയിൻ ലീഡ് ആക്ടേഴ്സ് ബട്ട് ഈവൻ സപ്പോർട്ടിങ് ജോബ്സ് കൃത്യമായിട്ട് ചെയ്യാൻ അത്ര ഒരു വേരിയേഷനും ഡൈവേഴ്സിറ്റി ഇല്ല. ഇത് നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് അക്സെപ്റ്റിങ് ഇറ്റ്. അത് നമ്മൾക്ക് കഴിവില്ലാത്തതുകൊണ്ടില്ല, കൃത്യമായിട്ട് അവർക്ക് കഴിവ് ഇല്ലാത്തതുകൊണ്ടാണ്. ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് അസ്. They don't know how to write our stories, or they're refusing to accept to write our stories. ഇതിനെ കാണാനുള്ള ഓഡിയൻസും ഉണ്ട്. എനിക്ക് ഐ ആം വെരി ഷുവർ ദർ ഇസ് എൻ ഓഡിയൻസ് ടു വാച്ച് ഇറ്റ്, ബിക്കോസ് ഞാൻ കുറേ ഡൈവേഴ്സായിട്ട് കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഹാവ് ഡൺ ദ സെയിം കൈൻഡ് ഓഫ് റോൾസ്. സോ ആ ഡൈവേഴ്സിറ്റി നിങ്ങൾ ഒരു 30 മിനിറ്റിൻ്റെ സീക്വൻസിലൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി വുഡ് വോണ്ട് ടു വാച്ച് ഇറ്റ് ഇൻ എ 2-hour film, right? So I just feel that storytellers are not there enough for female actors. And all female actors after a certain point, you tend to feel lost.
what are you doing? Because you are putting in as much effort as your male colleagues. പക്ഷെ അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. I don't see my growth as just as being a celebrity. Being a celebrity helps. നമ്മൾക്ക് സ്നേഹമൊക്കെ ഇഷ്ടമാണ്. We want everybody as artists, നമ്മളുടെ സിനിമകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും കാണാനുള്ള ഒരു താല്പര്യമുണ്ട്. You get celebrity status, it helps you in making more content. So അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ that's not why I'm in cinema. നമ്മൾ KPC ചേച്ചി തന്നെ കണ്ട ഞാൻ, and I'm not even like taking female lead actors names. She's done so much. She's no more with us. എൻ്റെ ആദ്യത്തെ 2 സിനിമകൾ തന്നെ എനിക്ക് KPC ചേച്ചിയോട് ജോലി ചെയ്യാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. And she was such a warm person. But if you look at the kind of work she did in the last 10, 15, 20 years, even now, when the so-called, like when we say that there's so much diversity in Malayalam cinema and there's so much Pudiyathanam, they haven't been used. അവർ മിക്കവരും ചെയ്ത നല്ല സിനിമകളൊക്കെ 70s, 80s, മാക്സിമം 85. ഞാനപ്പോൾ ജനിച്ചില്ല. അപ്പോൾ നമ്മൾ ജനിച്ച ശേഷം മുന്നുമേ അങ്ങനെ നടക്കുന്നില്ല. സോ ദാറ്റ്സ് എ മേജർ ഇഷ്യൂ. ബിക്കോസ് ഒരു പ്രൊഫഷൻ നമ്മൾക്കൊരു ഗ്രോത്ത് തരുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് നമ്മൾക്ക് വിലയില്ലല്ലോ നമുക്ക്. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി അതർ റീസൺസ്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് മണി എന്നുള്ളത് മാത്രമല്ല അല്ലേ, മണി ടേംസിൽ മാത്രമല്ല. ഓഫ് കോഴ്സ് മണി ഈസ് വൺ ഓഫ് ഇറ്റ്, ഡെഫിനറ്റ്ലി വൺ ഓഫ് ഇറ്റ്, ബട്ട് ഓൾസോ ദ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് റോൾസ് ആൻഡ് how much a person is willing to invest on you, no? ഇപ്പോൾ ഒരു കങ്കനയുടെ ഒരു ക്വീൻ ചെയ്ത സിനിമ, അങ്ങനത്തെ ഒരു സിനിമ എടുത്താലല്ലേ നമ്മൾ അത് ജയിക്കൂ ഇല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ എനിക്ക് കമേഴ്ഷ്യലി മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാം only 1% of the films become hits. 99% of the films are either flops or they just break even. അത്രയേ ഉള്ളൂ അവർ കാശ് ഉണ്ടാക്കുന്നത്. They just cover cost. നമ്മളെല്ലാവരും ഇതിൽ ഉള്ളത് സിനിമയുടെ ഒരു ക്രേസിന് വേണ്ടിയാണ്, വിഷ്വൽ മീഡിയമിൻ്റെ ഒരു പവറിന് വേണ്ടിയാണ്. ഓക്കെ, ഹൗ വി ക്യാൻ ഇമ്പാക്ട് പീപ്പിൾസ് ലൈഫ്സ് ആൻഡ് ദെയർഫോർ ആർ ലൈഫ്സ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ 99% എല്ലാം ഒരേപോലെ കഥകൾ, ഒരേപോലെ ഡെമോഗ്രഫി ഓഫ് മെയിൽ ആക്ടേഴ്സിന് വേണ്ടി എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? Why can't it be for kids? Why can't it be for women of all ages? Why can't it be for men of all ages? Why can't it be of people of different sexual orientations? അപ്പോൾ അങ്ങനത്തെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലല്ലേ നമ്മൾ കഥകൾ വ്യത്യാസമായിട്ട് പറയാൻ പറ്റും. അപ്പോഴാണ് ഓഡിയൻസ് വിൽ ഓൾസോ എൻജോയ്, ബിക്കോസ് അതേ കഥ കണ്ടിട്ട് അവർക്കും താല്പര്യമൊന്നുമില്ല. മലയാള സിനിമ സ്ത്രീകളുടെ കഥ പറയാൻ, സത്യസന്ധമായി പറയാൻ തയ്യാറാവുന്നില്ല. ആവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഐ ആം ജസ്റ്റ് സെയിങ് ദാറ്റ് ഐ ഹോപ്പ് ദാറ്റ് ദേ ഡു. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടി വരുമല്ലേ, അതും നമ്മൾ ചെയ്യാം if that's what it comes down to. പിന്നെ എന്തുകൊണ്ടാണ് തെക്കൻ സെലക്ട് ചെയ്തത്? തെക്കനെ എസ് പറയാൻ കാരണം എന്താണ് തെക്കൻ തല്ല് കേസിന്? ലോട്ട്സ് ഓഫ് റീസൺസ്. ഞാനൊരു കഥ വെറും ഒരു വുമൻ സെൻറ്റർഡ് പോയിന്റ് ഓഫ് വ്യൂവിലേത് മാത്രം നോക്കില്ല. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ മീ, എസ്പെഷ്യലി നൗ. ഓക്കെ, ഓവർ ദ ലാസ്റ്റ് 5-6 years അതാണ് എൻ്റെ ഡെഫിനേഷൻ. ഐ വോണ്ടഡ് ടു ഓൾവേസ് ഡു ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രോമിനൻറ്റ്, നോട്ട് നെസസറിലി വുമൻ സെൻറ്റർഡ്. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. I can still be doing a 5-minute role, but as long as it's somewhat, it's looked at from that person's point of view, not from a certain person's viewpoint, which is completely non-feminine. Adu eniki pattilla ini. But my choices were always based on a few basic criterion. Athra oru velliya criterion onnu illa. There's some very basic things. Adula maatram ippozhum onnu illa. And ആദ്യത്തെ ഒരു criterion ആയിരുന്നു that as an audience am I willing to watch this film. ആ ക്രൈറ്റീരിയൻ തെക്കൻ സോളിഡ് ഇൻ മെനി വേസ്, ബിക്കോസ് 1980s പീരീഡ് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ സോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. ഡയറക്ടറും റൈറ്ററും അത് കുറേ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കീ പോയിൻ്റ് അല്ല, ബട്ട് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദ കീ ക്യാരക്ടേഴ്സ്. ദാറ്റ് വാസ് വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ. സെക്കൻഡ്ലി, ഞാൻ സംസാരിക്കാതെ കുറേ ലൈൻസ് എൻ്റെ സിനിമ കരിയറിൽ ഞാൻ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് രുക്മിണിയും വാസന്തിയും ഉള്ള ഒരു ബന്ധം. there's this female friendship which is celebrated beautifully in the film. And ഞാനിപ്പോൾ പറഞ്ഞില്ലേ വാട്ട് ഈസ് വുമൻ സെൻറ്റേർഡ്. സോ കീ പ്രൊട്ടാഗനിസ്റ്റ് അമ്മനി പിള്ളയാണ്, അതിൽ ഒരു സംശയമില്ല. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് അമ്മനി പിള്ളേസ് വാശിയും അവരുടെ ഒരു എക്സ്പീരിയൻസിലാണ് സിനിമ റിവോൾവ് ചെയ്യുന്നതാലും രുക്മിണിയും വാസന്തിയും ഭയങ്കര ഒരു
ദേ ആർ വെരി റൗണ്ട് ക്യാരക്ടേഴ്സ്. അങ്ങനെ വെറുതെ ഒരു ചുമ്മാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കഥാപാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വിട്ടുപോയ ഒരു കഥാപാത്രം ഇല്ല രുക്മിണിയും വാസന്തിയും. രുക്മിണിയും വാസന്തിയും സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ എങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ സംസാരിക്കുമോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു രണ്ട് പെണ്ണുങ്ങളാണ്. When I was reading the sequences, I was like, every time, whenever Rukmini and Vasanthi scenes came, I would laugh. രുക്മിണി അമ്മിനി കാലം രുക്മിണിയും അമ്മിനിയും അങ്ങനത്തെ ഒരാൾക്കാരാണ്. പ്രണയവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കപ്പിളാണ്. ആ നാട്ടിലെ ആ വില്ലേജിലെ രുക്മിണിയും അമ്മിനിയും പറഞ്ഞാൽ ദേ ആർ ലൈക്ക് ദി കപ്പിൾ. ആൻഡ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഞാൻ കല്യാണം ചെയ്ത് ഞാൻ കെട്ടിയ ആളിന് എനിക്ക് അത്ര ഇഷ്ടമാണ്. സോ ഐ ക്യാൻ കംപ്ലീറ്റ്ലി റിലേറ്റ് വിത്ത് ദാറ്റ് റൊമാൻസ്. ബട്ട് അത് ഞാൻ പിന്നെ സിനിമയിലെ ചില പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പൊക്കിഷം അങ്ങനത്തെ ചില സിനിമകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാസന്തി രുക്മിണിയുടെ കഥാപാത്രത്തിൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ ഇപ്പോഴേക്കും ചെയ്തിട്ടില്ല. സോ ഫോർ മീ ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഞാൻ ആക്ച്വലി കഥ ആദ്യം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്ത് കഥയാണ്, എന്തും കഥ ഒന്നും ഇല്ലല്ലോ പ്രത്യേകമായിട്ട്. അപ്പോൾ കഥയില്ലാതെ ഒരു കഥയാണ്. ബട്ട് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് ദീസ് എലിമെൻറ്റ്സ് പുട്ട് ടുഗെദർ മേക്സ് ദ മൂവി വാട്ട് ഇറ്റ് ഇസ്. സോ ഇറ്റ് ഇസ് എ വെരി പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഓൾസോ. That was the third important reason. Lastly, I feel like Srijithum Rajeshum, അതിൻ്റെ എഴുത്തുകാരും, their point of view of seeing women was very, അവരെപ്പോഴും രുക്മിണി ഇവരും അമ്മിനിയുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ വാസന്തിയുടെ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ വാസന്തിയെ പൊടിയേണ്ട ഗേൾ ഫ്രണ്ടായിട്ടോ അങ്ങനെ നോക്കിയില്ല. വാസന്തിയായിട്ട് രുക്മിണിയായിട്ട് പിന്നെ അവരുടെ കൂടെ ഉള്ള റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് രുക്മിണി വാസന്തി മാത്രമല്ല, സിനിമയിലെ മറ്റ് സ്ത്രീ കഥാപാത്രത്തെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് certain differences of opinions, certain things, certain celebration of it. But it is in that context that he has made that story. And somehow I feel like this will come through as something which I'm proud of having done. തെക്കൻ്റെ സെറ്റിൽ IC ഉണ്ടായിരുന്നോ? തെക്കൻ്റെ സെറ്റിൽ IC ഉണ്ടായിരുന്നില്ല. അപ്പം പത്മപ്രിയ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു? One is that തെക്കൻ്റെ സമയത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. റിഗാർഡ്ലെസ് ഓഫ് ദ ഹൈക്കോർട്ട് റൂളിംഗ്, ഐഡിയലി തെക്കൻ ഷുഡ് ഹാവ് ഹാഡ് ആൻ IC. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സംഹൗ സന്ധ്യ ഐ ഹാഡ് ഓൾസോ നോട്ട്, ഇപ്പോൾ പിന്നെ ചെയ്ത സിനിമകളുടെ ICയിൽ ഞാനാണ് ചെയർപേഴ്സൺ ആയിരുന്നു. ഇതെങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് മനസ്സിലാക്കാനുള്ള പരിപാടി എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് മൈസെൽഫ് no idea how to approach this subject. അത് മാത്രമല്ലാതെ നമ്മൾ അപ്പോൾ WCCൻ്റെ ഇടയിൽ we were still discussing that how do we make the formation of IC easier for our filmmakers. അത് എൻ്റെ ജോലി ഇല്ലെങ്കിലും എനിക്കത് പ്രധാനമായിട്ട് ഐ തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to figure, ബിക്കോസ് ഇവർക്ക് ടെക്നിക്കലി താല്പര്യമില്ല, അതാണ് സത്യം. ബട്ട് ഐ എം നോട്ട് സെയിങ് അബൌട്ട് തെക്കൻ. I'm saying generally the industry does not want to make an effort. At that point of time, didn't feel, I was like, കോർട്ടിൻ്റെ റൂളിംഗ് വരട്ടെ പിന്നെ നമ്മൾ പറയാം. നമ്മളുടെ ഒരു നെറ്റ്വർക്ക് ഓഫ് NGOs, ലോയേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കുറച്ച് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി തരാം. ദെൻ ലെറ്റ് ദെം റെസ്പോണ്ട് ടു സെയിങ് ദാറ്റ് വി കാൺട്ട് മേക്ക് ഇറ്റ്. സോ അങ്ങനത്തെ ഒരു സ്പേസിൽ ഞാൻ ആയതുകൊണ്ട് ഞാൻ അവർക്ക് അത്ര നിർബന്ധിച്ചിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. Looking back at it, I do feel like it's probably I should have probed and sent, because it's a very listening crew. Producer aade, director aade, there are certain difference of opinions in some scenes. Angane namma samsarikkan pattatha oru paristhiti ulla oru crew undayirunilla. So definitely I had the space to discuss it. It was my fault that I did not go and assert that requirement. So on hindsight, I do feel that I should have done it. And which I did not do. But that did not stop the producer or the director, or like technically mostly the producer, to go and institutionalize IC. എല്ലാം ഭാരമും എൻ്റെ ഇല്ലല്ലോ. ഈ IC എന്ന് പറയുന്നത് people are looking at it as some complicated thing and all of that. അങ്ങനെ ഒന്നുമില്ല. അത് അവർക്കും അറിയാം. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ പണികളും നമ്മൾ ചെയ്യാൻ പറ്റും. IC ഒക്കെ ഉണ്ടാക്കാൻ ഒരു വലിയ കാര്യമൊന്നുമില്ല. Once this incident happens, especially the last 5-6 months, the kind of incidents which have been happening, അവിടെയും IC ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രീവൻസ് റിഡ്രഷൻ സെൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിനിമയ്ക്കല്ലേ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അവർക്കല്ലേ എക്കണോമിക്കലി അഡ്വേഴ്സായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് നടക്കുന്നത് വേറെ ഒരു കാര്യം. ദാറ്റ്സ് അനദർ സ്പേസ് ഓഫ് കോൺവെർസേഷൻ. അത് ആദ്യം ഒരു സിനിമ സെറ്റിൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ എന്താണ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് മറ്റു കുട്ടികൾക്ക് വന്നിട്ട് സിനിമയിൽ ജോലി ചെയ്യാൻ?
So I would just request all producers to just implement it and implement it in its spirit. നമ്മൾ കണ്ടു AMMA എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ IC ഉണ്ടാക്കിയിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചേഞ്ചസിനോട് നമ്മുടെ ഇൻഡസ്ട്രി ഒട്ടും റിസപ്റ്റീവ് അല്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും, ബിക്കോസ് ബോംബെയിലുള്ള ആക്ടേഴ്സ് അസോസിയേഷൻ ഒക്കെ ദേ ആർ ദ വൺസ് ഹൂ സപ്പോർട്ടഡ് അവർ റിറ്റ് പെറ്റീഷൻ. നമ്മൾ ഫയൽ ചെയ്ത PIL, WCC ഫയൽ ചെയ്ത PIL വാസ് സപ്പോർട്ടഡ് ബൈ ദി ആക്ടേഴ്സ് അസോസിയേഷൻ ഇൻ ബോംബെ. അവരൊക്കെ അത് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രശ്നം? ഞാൻ പാർവതിയും രേവതി ചേച്ചി പോയി സംസാരിച്ച ശേഷം വന്ന ഇൻസിഡൻസിലും അവരിപ്പോഴും അതിന് ദേ ആർ നോട്ട് ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് ഇൻ ഇറ്റ് സ്പിരിറ്റ് ഇൻ ലെറ്റർ. നമ്മൾ അപ്പോഴും പോയി ചോദിച്ച ചോദ്യം അതാണായിരുന്നു. ഇത് ഒരാളുടെ ചെയ്ത പണിയോ അല്ലെങ്കിൽ ചെയ്യാത്ത പണി കൊണ്ടില്ല. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഹാപ്പൻസ് വെൻ നെക്സ്റ്റ് ടൈം ദിസ് ഇൻസിഡൻറ്റ് ഹാപ്പൻസ്? ഹൗ ആർ യു ഗോയിങ് ടു റെസ്പോണ്ട് ടു ഇറ്റ്? നിങ്ങളുടെ അസോസിയേഷൻ, ആക്ടേഴ്സ് അസോസിയേഷൻ സ്പെഷ്യലി, ഹാസ് ക്ലോസ് ടു അബൌട്ട് 50% ഓഫ് ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ. What are the kind of examples are we setting for them? That we have tolerance or we don't have tolerance for harassment? നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിനനുസരിച്ച് എന്ത് റൂൾസാണ് ഉണ്ടാക്കുന്നത്? അവർക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ഒരു സില്ലി സ്പേസസ് ഓഫ് കോൺവെർസേഷൻ വൈ യു സേയിങ് ഇറ്റ്സ് ജസ്റ്റ് എൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഈ അസോസിയേഷൻ ഉണ്ടാക്കുന്നത് ഒരു വർക്ക് പ്ലേസ് ആയതുകൊണ്ടാണ്, സിനിമ ഉണ്ടായതുകൊണ്ടാണ്. സിനിമ ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മളെ മെമ്പേഴ്സ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമാണെങ്കിൽ വി ഹാവ് ടു കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡും അതിൻ്റെ അപ്രോച്ചും നമ്മൾ അതിന് വേണ്ടി കൺസ്ട്രക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള കാര്യം അത്രേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എൻ അപ്രോച്ച്, ഇറ്റ്സ് ജസ്റ്റ് എ മൈൻഡ് സെറ്റ്. സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇത്രയൊക്കെ മീഡിയ സർക്കസൊക്കെ ആയി, എല്ലാം ആയി, അവരുടെ കൂടെ സംസാരിച്ചു, സ്നേഹമായിട്ട് പറഞ്ഞു, ദേഷ്യം വെച്ച് പറഞ്ഞു, എല്ലാം കുറേ ഇപ്പോഴും കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോർട്ടിൻ്റെ റൂളിംഗ് വന്നു. പിന്നെയും ഇഫ് ദിസ് ഈസ് ദ പെർസ്പെക്റ്റീവ് then I think they have to introspect. ഇനി നമ്മളെ ചോദിച്ചിട്ട് കാര്യമില്ല. ഹൈക്കോടതിയുടെ റൂളിംഗ് വരുന്നതിന് മുൻപ് തന്നെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ലോ ആയിരുന്നു. അതെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ഹൈക്കോർട്ട് ഹാസ് കം അപ്പ് വിത്ത് സം ന്യൂ ലോ ഓർ എനിത്തിങ്. ഓൾ ദാറ്റ് ദ ഹൈക്കോർട്ട് ഹാസ് ഡൺ ഇമ്പോർട്ടൻ്റ്ലി ഈസ് ടു സേ സിനിമ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ ആയാലും സിനിമയിലെ ICയുടെ ഇംപ്ലിമെൻറ്റേഷൻ ആവശ്യമാണ്. പിന്നെ ദേ ഹാവ് റെക്കഗ്നൈസ്ഡ് ദ പ്രൊഡ്യൂസർ ആസ് ദ കീ ഇംപ്ലിമെൻറ്റർ. And they've also told that trade associations are equally responsible in ensuring that this happens. Because അതുവേണ്ടി അല്ലല്ലേ ട്രേഡ് അസോസിയേഷൻസ് ഉള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. ബിക്കോസ് ദ അതർ ഫിലിം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ബോംബെ, ദ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇസ് വെരി സ്ട്രോങ്, ഹാസ് എ വെരി സ്ട്രോങ് IC സിസ്റ്റം. അവിടെ വരുന്ന എല്ലാ സിനിമകളിലും ദേ ഹാവ് ICs. ചെറിയ സിനിമ ആയാലും വലിയ സിനിമ ആയാലും ദേ ഹാവ് എൻ IC സിസ്റ്റം. അവരൊരു ഉണ്ടാക്കിയില്ലേ, അവരൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലേ ഒരു ഓർഗനൈസ് സെക്ടറിൽ. ഇപ്പോൾ പ്രിയ പറഞ്ഞു ഇത് എൻ്റെ മാത്രം ഒരു ബേർഡൻ അല്ല, ഞാൻ മാത്രം ചോദിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത്. പല കാര്യങ്ങളും വരുമ്പോൾ ഇത് WCCയുടെ മാത്രം ഒരു ബേർഡനായി മാറുന്ന, അല്ലെങ്കിൽ WCC മാത്രം റെസ്പോൺസിബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പം പൊതുജനങ്ങളാണെങ്കിലും ചോദിക്കുന്നത് WCC എന്താ പ്രതികരിക്കാത്തത്, WCC എന്ത് പറഞ്ഞു എന്നുള്ളത്. അത്തരം ചോദ്യങ്ങളോട് എന്താ WCCക്ക് എന്താ പറയാനുള്ളത്? ഐ കാൺട്ട് സ്പീക്ക് ഫോർ WCC ബിക്കോസ് നമ്മളെല്ലാ ഉത്തരത്തിനും ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ഉത്തരം കിട്ടിയാൽ. ബട്ട് പേഴ്സണലി വി ആർ വെരി ആംഗ്രി അബൌട്ട് ദിസ്. ബട്ട് ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിലും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, ബിജു ഏട്ടൻ, റോഷൻ, എല്ലാവരും ഉണ്ടായിരുന്നു. And they are very nice colleagues. But ഇൻ്റർവ്യൂ വന്ന എല്ലാ ചോദ്യങ്ങളും എന്നെയാണോ ചോദിക്കുന്നത്? ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്ത്രീകളുടെ കഥാപാത്രത്തിന് അത്ര വെയിറ്റ് എന്തിനാണ് കിട്ടാത്തത്? ഞാൻ പറഞ്ഞു അവരെ ചോദിച്ചോളൂ, അവർക്ക് എന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ദേ ആർ വില്ലിങ് ടു റെസ്പോണ്ട് ഓൾസോ. നമ്മൾ ചോദിച്ചാലല്ലേ അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ. നിങ്ങൾ 10 പ്രാവശ്യം ചോദിച്ചാൽ ഒരു പ്രാവശ്യം റെസ്പോണ്ട് ചെയ്യുള്ളൂ. സോ ദർ ഈസ് എ പ്രോബ്ലം ഇൻ പുട്ടിങ് ദിസ്. നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഐ അഗ്രി ദറ്റ് ചേഞ്ച് കംസ് ഫ്രം മീ. ഐ ആം ദ ചേഞ്ച് ഇനീഷ്യേറ്റർ. ഇഫ് ഐ വാണ്ട്, ഇത് ഗാന്ധി പറഞ്ഞ പോലെ, ഐ ഹാവ് ടു ബി ദ ചേഞ്ച് ദാറ്റ് ഐ വാണ്ട്. പക്ഷേ ഇത് എല്ലാം എൻ്റെ ജോലി മാത്രമില്ലല്ലോ. ഇത് ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ് എ സ്റ്റേക്ക് ഹോൾഡർ, ദി എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഹൈക്കോടതി തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ മനസ്സിലാകാതെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ ഇത് ഇനി മനസ്സിലാക്കിയിട്ടും, സ്പെഷ്യലി ന്യൂസ് ചാനൽസ്, ഐ തിങ്ക് വിൽ ഹാവ് ടു ബിൽഡ് ദാറ്റ് സെൻസിറ്റിവിറ്റി. ദാറ്റ് എപ്പോഴും ഒരു പ്രശ്നം വന്നാൽ സ്ത്രീ എന്താ പറഞ്ഞു ആ പ്രശ്നത്തിൽ നിന്ന്
ചോദിക്കാതെ വാട്ട് ഈസ് ആർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ഇഷ്യൂ ആസ് എ സൊസൈറ്റി ഇസ് വാട്ട് വി ഹാവ് ടു. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പ്രൊമോഷൻ വന്നാൽ ആ പ്രൊമോഷൻ ചെയ്തു പോയാൽ മതി. ഒരു WCC മെമ്പർ ആയി നമ്മൾ വരുമ്പോൾ എല്ലാം മറ്റു ഉത്തരങ്ങളും തരാൻ. ഐ എം നോട്ട് സേയിങ് ദാറ്റ് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഐ എം വെരി പ്രൗഡ് ഓഫ് ദി ഫാക്ട് ദാറ്റ് നമ്മുടെ ട്രുത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര ധൈര്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ അത് എൻ്റെ ഭാരം മാത്രമില്ല. അത് നമ്മൾ ചെയ്യുന്നത് we went ahead and took that stand, but it's for everybody, it's not just for myself. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈക്വൽ വേജ് എന്ന് പറഞ്ഞു. ഈ ഈക്വൽ വേജ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും പല കൺഫ്യൂഷൻസ് നിൽക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നത് മാർക്കറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ, സാറ്റലൈറ്റ് വാല്യൂവിൻ്റെ എന്താണ് ഈ ഈക്വൽ വേജ് എന്ന് പറയുന്നത്? ഫെയർ വേജ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഈ ഈക്വൽ വേജ് എന്ന് പറയുന്നത്? ഫെയർ വേജ് പ്രാക്ടീസ്, റൈറ്റ്? ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാൻ സിനിമയിൽ വന്ന സമയം 2005-2006, എനിക്കിപ്പോൾ വടക്കനാഥൻ കഴിഞ്ഞിട്ട് it was a huge hit and all of that. അതിന് മുമ്പ് കാഴ്ച, അമൃതം, കുറേ ഹിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന ടൈമാണ്. മീര ഉണ്ടായിരുന്നു, മീര ജാസ്മിൻ, and she was also like she was doing commercially so well, artistically so well. അത്ര നല്ല ആർട്ടിസ്റ്റാണ് നമ്മൾ മീര അറിയാം. I remember there was some ban on her because of the amount of money she asked. And that money seemed very small. അതേ സമയത്തിൽ ഒരു അറിയാതെ ഒരു കുട്ടി ബോംബെയിൽ നിന്ന് വന്നിട്ട്, ദാറ്റ് വാസ് കട്രീന കൈഫ് അറ്റ് ദാറ്റ് ടൈം. ഷീ കെയിം ആൻഡ് ഡിഡ് എ മലയാളം ഫിലിം ആൻഡ് ഷീ ഗോട്ട് ട്വൈസ് ദി amount. Katrina at that time had not done a single Hindi film, not done one Hindi film. At least it had not released. വെറും ആ ആഡ് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. They had paid her double of what, if my understanding was right, double of what Meera was getting, plus paraphernalia. And then I'm not pitching a woman against a woman, okay? So if you want to pay, you can pay. You choose not to pay. You choose to ban us when we want to ask for money. Or you choose to cast somebody new and pay them less money. അപ്പോൾ നമ്മൾ കഴിവിന് ഒരു വിലയില്ലാതെ ഒരു ആണത് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. പക്ഷെ നമ്മളില്ലാതെ you don't have a female actor. Can you have a film without a female actor? That's not possible. So ഈ ഫെയർ വേജ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി ചെയ്ത സിനിമയിൽ they paid us according to our screen time, screen presence, and certain amount of budget constraints and whatever. And they were all big brands, actors with certain brands. I am not saying that I should get paid the same amount as everybody else, but you can pay a fair wage. And you first, as a female actor, that's what I'm saying. The minute you start trusting and making films on me, which I can make successful on my shoulders, അപ്പോഴല്ലേ നമ്മളും ചോദിക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് മെനി തിങ്സ് പുട്ട് ടുഗെദർ. പക്ഷെ ഫെയർ വേജ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫെയർ വേജ് സ്ത്രീകൾക്ക് പേ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു റെസ്പോൺസാണ്. എക്സ് മിനിസ്റ്റർ സജി ചെറിയാൻ നടത്തിയ മീറ്റിങ്ങിൽ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞ് മന്ത്രി പറഞ്ഞത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആസ് സച്ച് പുറത്തുവിടണമെന്ന് പറയുന്നവരുടെ ഉദ്ദേശം വേറെയാണെന്നാണ്. അപ്പം ആസ് സച്ച് പുറത്തുവിടണമെന്നാണോ WCC ആവശ്യപ്പെടുന്നത്? നമ്മൾ ഗവൺമെൻറ്റിലേന്ന് വി ആർ നോട്ട് എക്സ്പെക്ടിങ് യു ടു ഗിവ് അസ് എ സൊല്യൂഷൻ. നമ്മൾ ഹൈക്കോർട്ടിലേയും പോയിട്ട് നമ്മൾ പറഞ്ഞില്ല ദാറ്റ് യു ഗിവ് അസ് എ സൊല്യൂഷൻ. നമ്മളത് ചോദിക്കുന്നേ ഇല്ല. നമ്മൾ ചോദിക്കുന്നത് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലംസ്. ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്താലല്ലേ നമ്മൾ പിന്നെ സൊല്യൂഷൻ എന്താണ് അത് ആ പ്രോബ്ലം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലം വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ഇഷ്യൂ ആൻഡ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇഷ്യൂ, നിങ്ങൾ എന്ത് സൊല്യൂഷൻ ഡിറ്റർമിൻ ചെയ്തിട്ടും അതൊരു കാര്യമില്ല. എനിക്കത് താല്പര്യം. നിങ്ങൾ പറയൂ ആദ്യം എന്താണ് ഉള്ളത് ആ റിപ്പോർട്ടിലെ, നമ്മൾക്ക് എന്താണ് വാട്ട് ആർ ദി ഇഷ്യൂസ് യു ആർ ടോക്കിംഗ് അബൌട്ട്, how are those issues constructed, in what context is it constructed, therefore is this solution viable. നിങ്ങൾ ഒരു 20-25 സൊല്യൂഷൻ അവർ തന്നത് നമ്മൾ മീറ്റിങ്ങിന് മുമ്പ് തന്നെ, ഈ കമ്മീഷനൊക്കെ ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻസ് ആണല്ലോ. പത്മപ്രിയ 4 വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയ ആളാണ്. മുൻപൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഡാൻസ് പ്രൊഫഷനായി തിരഞ്ഞെടുക്കാത്തത്. ഡാൻസിനെ കുറിച്ച് ചോദിച്ചപ്പം പത്മപ്രിയ പറഞ്ഞത് ഭരതനാട്യം എന്ന് പറയുന്നത് മെയിൻലി ഭക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അപ്പം ഞാൻ അതിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ടാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഫേസ് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഓൾസോ ബിക്കോസ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഭരതനാട്യം ഹാസ് ചേഞ്ച്ഡ്. ആക്ച്വലി ഞാൻ ഡാൻസ് പഠിക്കുന്നത് തുടങ്ങുന്നത്
I started from learning from the Tanjo quartet style. And the master Ippu illa. He died when he was about 101. His style of dancing was never bhakti. I could explore many things. Even though I was a kid and I didn't understand ella navarasade ella emotions namukku aa cheripathu kaalathil manasillavillalo. But he would explain it to us and he would make us do it as a technique. And other than though last 15-20 years, I've seen 15 years especially, I've seen that's changed into completely looking at dance from a very verum bhakti rasalayina കാണുന്നതാണ്. And actually there are 9 rasas in dance, and if you look at a lot of literature, Telugu literature especially, there is so many kind of heroines, nayikas thanne etra thodundi. For me, I think that Kazhapad has changed a lot because I feel like I can adapt Bharatanatyam to my time. എൻ്റെ ഒരു റിയാലിറ്റിയും എൻ്റെ കോണ്ടംപററി ട്രൂത്തിനെയും എനിക്ക് എൻ്റെ ആർട്ട് ഫോമിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി. എനിക്കിപ്പോഴും അത് എങ്ങനെ ചെയ്യണം എന്ന് അതിൻ്റെ കഴിവ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ബിക്കോസ് ഈ റിയലൈസേഷൻ തന്നെ ഭയങ്കര റീസെൻ്റ് ആണ്. ഇറ്റ്സ് ഇൻ ദി ലാസ്റ്റ് 3-4 years. അങ്ങനെ സോ ബട്ട് നൗ ഐ എം എൻജോയിങ് ദ പ്രാക്ടീസ് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ നോ ദർ ഇസ് എ പോസിബിലിറ്റി ടു ഡു ദാറ്റ്. സോ ശ്രമം അത്രയേ ഉള്ളൂ. നൗ ഐ വോണ്ട് ടു ലൈക്ക് റീച്ച് എ സ്പേസ് വെയർ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡാൻസായിട്ട് എങ്ങനെ പറയാം while keeping its aesthetics. So that's a stage I want to reach as a dancer. That's the change which has happened since then. ഡാൻസിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം, ബാച്ചിലർ പാർട്ടിയിലെ ഒരു ഡാൻസ് നമ്പർ അത് ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ചോദിക്കാൻ വേറൊരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഈ അത്തരം ഡാൻസ് നമ്പേഴ്സ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പം അത്തരം ഒരു ഡാൻസ് നമ്പർ ചെയ്ത ആളെന്നുള്ള രീതിയിൽ പ്രിയക്ക് എന്താ അതിനെക്കുറിച്ച്? ബാച്ചിലർ പാർട്ടി മാത്രമില്ല, ഞാൻ അതിൻ്റെ അപ്പുറത്തും ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ തമിഴ് പടം പട്ടികളിൽ ഞാനും ആര്യയും ഒരു വി ഹാവ് ഡൺ എ ഡാൻസ് പീസ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സോങ് വിച്ച് കംസ് ബിഫോർ they make love with each other. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ടെക്നിക്കലി ഇറ്റ് വാസ് എ ഡാൻസ് നമ്പർ. ഓക്കെ, ബട്ട് it had both Arya and me in it, and Arya actually looked in my view, for lack of any other word, very sexy. much better than me. I thought I was looking really I didn't fit into that space. I felt even now eppozhum aa paattu കാണുമ്പോൾ ആരെ ഉണ്ടെങ്കിൽ മാത്രം നന്നായിരുന്നു എന്ന് തോന്നി എനിക്ക്. അത് കഴിഞ്ഞിട്ടും ഞാൻ I think I've done, because I love dancing, I also enjoy cinema as a medium. We do have this, നമ്മൾ സിനിമയിലെ pin-up stars, we do them, right? And I do like that idea that you have that freedom to ചുമ്മാ നമ്മുടെ ബേസിൽ ഇൻസ്റ്റിങ്സിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കാര്യം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഫീൽ ലൈക്ക് ഐ എം വെരി കൺഫ്യൂസ്ഡ് അബൌട്ട് ദിസ് ഡിസ്കഷൻ. ബാച്ചിലർ പാർട്ടിയുടെ പാട്ട് വന്നത് എനിക്ക് അമൽ പോലെ ഒരു ഡയറക്ടർ മാത്രമാണ് മലയാള സിനിമയിൽ എനിക്ക് തരാൻ പറ്റുന്നത്. വിഷ്വലി എസ്തെറ്റിക്കലി ഐ തിങ്ക് വി കുഡ് ഹാവ് ഡൺ മച്ച് ബെറ്റർ. ആൻഡ് ഐ സ്റ്റിൽ നൗ കം ടു തിങ്ക് ഓഫ് ഇറ്റ്, എനിക്കിതിൽ കഴിവുണ്ടോ ഇല്ലാന്ന് എനിക്ക് ചിലപ്പോൾ സംശയമുണ്ട്. ബിക്കോസ് കോൺസ്റ്റൻ്റ്ലി വെനെവർ ഐ ഹാവ് എക്സ്പെരിമെൻറ്റഡ് ടു ഡൂയിങ് ഇറ്റ്സ് നോട്ട് ബീൻ ടു മൈ സാറ്റിസ്ഫാക്ഷൻ. ബട്ട് അതിൻ്റെ അപ്പുറത്ത് I have felt uncomfortable seeing some songs also. Like I have seen Munni, and I love Kareena Kapoor, I'm a big fan of hers. But when you do hear some of these songs, you do feel a little awkward as a woman, as a person. I do feel awkward. But I feel like it's fun also. Because you go to a wedding and then you dance to it and you like it. I'm not saying it's the right influence. I'm saying maybe adante context, adante word usage, adante representation, from what perspective you're shooting it, what is the visual language, adante visual aesthetic endana, adokke valare important aanu. The problem happens when you only celebrate male gaze. But as far as these dance numbers are concerned, I am still not sure. Not only this, off late, fortunately WCC ആയതുകൊണ്ട് നമ്മുടെ സുഹൃത്തുമാണ്. നമ്മൾ വരും, we use it as a space actually to collaborate and discuss. ചിലപ്പോൾ ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ദീദിയെ വിളിച്ചിട്ട്, ദീദി എനിക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് വന്നു, എനിക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഡിസ്കംഫർട്ട് കറക്റ്റാണോ? അപ്പോൾ ദീദി പറയും ഇത് ശരിയാണ്, ഇത് ശരിയില്ല, അങ്ങനെ പറയും. സോ വെൻ യു ഹാവ് എ ഡിസ്കഷൻ സംടൈംസ് യു ഗെറ്റ് എ ക്ലാരിറ്റി. സോ ഐ ഫീൽ ലൈക്ക് വി നീഡ് ടു ഹാവ് എ മോർ nuanced discourse and discussion about why we say something works and why we don't. In a very politically, in a space where we are politically comfortable about it. അത് കറക്റ്റാണോ, നമ്മൾ കറക്റ്റ് ഇല്ല, ഇൻകറക്റ്റ് ആണ്, ക്യാൻസൽ കൾച്ചർ, അങ്ങനത്തെ പോലെ സ്പേസിലില്ലാതെ
genuine, if we want to make a shift and say that we do not want to be in the space of objectification, I'd like to understand better what is objectification. When do we call it objectification? When do we call it entertainment? അങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം എപ്പോഴും ഉണ്ട്. But now I will not do it until I understand it. And plus I develop a കഴിവ് to dance and feel like ഇത് എനിക്ക് പറ്റുന്നു ചെയ്യുന്നവരിക്കും എനിക്ക് ചെയ്യില്ല. മെയിൽ ആക്ടർ അങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഐറ്റം നമ്പർ എന്ന് വിളിക്കാറില്ല അല്ല. അതാണ്. So my whole point is, that's why I said, and if a female has shot it, then you think it's a female gaze and so you should celebrate it. And I'm telling you, like, I'm very confused. ഇതിൽ ഒരു കൃത്യമായിട്ട് ഒരു യെസ് ഓർ നോ എന്ന് പറയാനുള്ള ഒരു സ്പേസിൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വരയ്ക്കും. But I have felt uncomfortable and I also enjoy it. So I'm in a space of confusion as to what is entertainment, what is objectification. സിനിമ അല്ലെങ്കിൽ വേറെ ഒരു കരിയർ എന്നുള്ള രീതിയിലാണോ പഠിക്കാൻ തീരുമാനിക്കുന്നത്? അങ്ങനെയില്ല. I wanted to understand that subject well. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി. So I really did not think through it so much. അതൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും. Absolutely. Also, you meet people in a public school, public policy school especially. അവിടെ വരുന്ന ആൾക്കാർ, because public policy is about understanding people around you, their issues, activism, what happens in different parts. ഞാൻ ചോദിച്ചത് സിനിമയിലുള്ളൂ. ഇപ്പോൾ ഒരുപാട് സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഒരിക്കലും ഡെസ്പറേറ്റ് ആവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എപ്പോഴും ആംബിഷ്യസും ഡെസ്പെറേറ്റുമാണ്. But I'm not desperate in that sense that I will do, I'll compromise on the basic things that I want to do cinema. അങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നില്ല, അതിപ്പോഴും ഇല്ല. പക്ഷേ ആംബിഷ്യസും ഡെസ്പെറേറ്റുമാണ്. അതിലും ഒരു കുഴപ്പമില്ല. മുൻപ് പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും സിനിമകൾ അധികം കണ്ടിട്ടില്ല പത്മപ്രിയയുടെ. ഇപ്പോൾ അവർ കാണാറുണ്ടോ? ഇല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ. ജാസ്മിൻ sees, he loves watching films. എനിക്ക് പക്ഷേ ഭയങ്കര I feel very shy to watch my films with my family or friends. അപ്പോൾ അവർ എൻ്റെ പാട്ടുകളൊക്കെ തന്നെ പാർട്ടിയിലൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര so I try not to be there when they do it, but yeah. ജാസ്മിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ജാസ്മിൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഹസ്ബൻഡാണെന്ന്. പ്രിയയുടെ ആർട്ടിക്കിൾസ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ പ്രൗഡ് ഓഫ് യു പ്രിയ എന്ന് പറഞ്ഞിട്ടാണ്. പ്രിയ എടുക്കുന്ന നിലപാടുകളും കാര്യങ്ങളും WCCയുടെ ഭാഗമാവുന്നതും എല്ലാം നിങ്ങൾ തമ്മിൽ അത്തരം കോൺവെർസേഷൻസ്, പൊളിറ്റിക്കൽ കോൺവെർസേഷൻസ്? Absolutely. He is a political man himself. He's chosen a political career. I am very proud of അവരുടെ ചോയ്സസ്. എനിക്ക് ഭയങ്കര അത്രത്തോളം ഒരു I feel very proud about it. So നമ്മളൊരു ഭയങ്കര ഡൈവേഴ്സ് ഫാമിലിയാണ്. ബിക്കോസ് ഇൻ ദ സെൻസ് ദാറ്റ് ജാസ്മിൻ ഒരു ഗുജറാത്തി ജൈനാണ്, ഞാനൊരു തമിഴ് സോ കോൾഡ് ബ്രാഹ്മൺ ആണ്. And so we come, and I'm a Hindu, so I come from like a totally different language, regional space. Our very language and regional space. What binds us is our value system. So I'm very proud of having him in my life. All the best. Thank you so much.